പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട കാലഘട്ടമെന്നാണ് ഇടതുപക്ഷ സഹയാത്രികൾ പോലും വിശേഷിപ്പിക്കുന്നത്. ഇക്കാലയളവിൽ ലോകം വളർന്നതിനോടൊപ്പം കേരളവും ഒരുപാട് വളർന്നു. വികസനത്തിന്റെ വലിയ ചുവടുവെപ്പാണ് കേരളത്തിലും ഉണ്ടായത്. മെച്ചപ്പെട്ട കേരളത്തിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2016-ലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. 5 വർഷം പൂർത്തിയാക്കിയ പിണറായി സർക്കാരിനെ തന്നെ തുടർന്ന് 2021-ലെ തിരഞ്ഞെടുപ്പിലും കേരളം ഒന്നടങ്കം വിജയിപ്പിച്ചു. പിണറായി വിജയന്റെ ഭരണത്തിൽ കേരളം കൈവരിച്ചത് വലിയ നേട്ടങ്ങളാണ്. ആരോഗ്യം, ഗതാഗതം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും മുൻ വർഷങ്ങളേക്കാൾ ബഹുദൂരം മുന്നേ എത്താൻ കേരളത്തിന് സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃപാടവമാണ് ഈ ഒരു നേട്ടത്തിലേക്ക് കേരളത്തെ എത്തിച്ചതെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കേണ്ട മറ്റു പേരുകളാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടേതും മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചറുടേതും. 2016-ൽ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു കേരളത്തെ നടുക്കിയ വെള്ളപ്പൊക്കവും നിപ്പയും. എങ്കിലും ഒട്ടും തളരാതെയാണ് സർക്കാർ ഇത് രണ്ടും നേരിട്ടതും ഇതിന്റെ മുറിവിൽ നിന്നും കേരളത്തെ കൈപിടിച്ചുയർത്തിയതും. LDF സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും വളർച്ചയാണ്. 2016-ൽ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കുന്നത്. ദേശീയപാത വികസനത്തിനായി കേന്ദ്രത്തിനു കേരളം കോടികൾ നൽകി. ഇതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ കിഫ്ബി വഴി വായ്പ എടുക്കുകയായിരുന്നു സർക്കാർ. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും കേരള വികസനത്തിന്റെ മാറ്റുകൂട്ടി. ആലപ്പുഴയിലെ 4 പാലം, തിരുവനന്തപുരത്തെ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം, ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വലിയഴീക്കൽ പാലം, ആലപ്പുഴ പെരുമ്പളം പാലം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഇതേപോലെ ആരോഗ്യ മേഖലയിലും ഉയർന്ന നേട്ടങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. കാസ്പ്, കാരുണ്യ ബനവലൻ ഫണ്ട്, മെഡിസെപ്പ് എന്നിങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെടാത്ത വിഭാഗക്കാർക്ക് സമ്പൂർണ്ണ പരിരക്ഷ ഉറപ്പുവരുത്താൻ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി. കൂടാതെ കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചു. 100 കിടക്കകളുള്ള ആശുപത്രി, ഔഷധ നഴ്സറി, താളിയോല പഠന കേന്ദ്രം എന്നിവയും ആയുർവേദ മേഖലയിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങളാണ്. മാത്രമല്ല, കൊച്ചിൻ ക്യാൻസർ സെന്ററും ആരോഗ്യത്തിലെ മറ്റൊരു സുപ്രധാന നേട്ടമാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വന്ന വളർച്ച ആഗോളതലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്തിക്കാൻ LDF സർക്കാരിന് സാധിച്ചു. വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറ്റി. കെട്ടിട നിർമ്മാണം, ഹൈടെക് ക്ലാസ് മുറികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ കേരളത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും അനുബന്ധ IT ഉപകരണങ്ങളും എത്തിച്ചു. ഇതെല്ലാം തന്നെ കേരളത്തിലെ സ്കൂളുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ അതിദാരിദ്ര്യം തുടച്ചു നീക്കാനായി ക്ഷേമ പെൻഷൻ തുക 2000-ആയി ഉയർത്തുകയും ചെയ്തു. ഇത് സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കാരണമായി. മാത്രമല്ല, സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സ്വന്തമായൊരു വീടെന്ന സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ പിണറായി സർക്കാർ വഴിയൊരുക്കി. ഇനി വ്യവസായ രംഗത്തേക്ക് കടന്നാൽ ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം തുറമുഖം എന്നിവ വികസനത്തിന്റെ മറ്റു നാഴികക്കല്ലുകളാണ്. ഈ രംഗത്ത് ഒരുപാട് സാധ്യതകൾ ഇതുവഴി തുറക്കപ്പെട്ടു. കൂടാതെ തൊഴിൽ രഹിതരായ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരവും ഇതുവഴി സാധ്യമായി. ഒപ്പം തന്നെ സംരംഭക വർഷം പദ്ധതിയും എടുത്തു പറയേണ്ടതാണ്. ഇതിലൂടെ 3.5 ലക്ഷം സംരംഭങ്ങളും അതിലൂടെ 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. കൂടാതെ ഇതിൽ 1 ലക്ഷത്തോളം വനിതാ സംരംഭകർ ഉണ്ടെന്നുള്ളതും സ്ത്രീ ശാക്തീകരണത്തിൽ കേരളത്തെ ഒരുപാട് മുൻപോട്ടെത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ ഇനി മുമ്പോട്ടുള്ള കേരളത്തിന്റെ ഉയർച്ചയ്ക്കും ചവിട്ടുപടിയാണ്. അടുത്തൊരു തിരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുമ്പോൾ കേരളത്തിൽ വീണ്ടും വിജയക്കൊടി പാറിക്കുമെന്ന് തന്നെയാണ് ശ്രീ പിണറായി വിജയൻ ഉറച്ചു വിശ്വസിക്കുന്നത്. LDF സർക്കാരിന്റെ കപ്പിത്താൻ ശ്രീ പിണറായി വിജയന്റെ ഈ വിശ്വാസത്തോടൊപ്പം കേരളവും ഉറച്ചു നിൽക്കുമോ എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്.